ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വിഷു എല്ലാം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ? ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ്. തലേദിവസം എന്തായാലും കുറച്ചൊരു ഓട്ടപ്പാച്ചിലുകളൊക്കെ ഉണ്ടാകുമല്ലോ, ഏത് അവസരങ്ങളായാലും. മാത്രമല്ല 12-ാം തീയതി ഞങ്ങളുടെ ദേവിയുടെ അമ്പലത്തിൽ പൂരം കൊടിയേറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം പോയിട്ട് ദേവീനെ ആറാട്ടിന് ഇറക്കുന്നതെല്ലാം കണ്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പൂരപ്പറമ്പിൽ നിന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. വിഷു ആയതുകൊണ്ട് തന്നെ കണ്ണന്മാരെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണി വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ശേഖരിച്ചു. ചക്ക അടുത്ത വീട്ടിൽ ചേച്ചി തന്നതാണ്. പിന്നെ ഇതാ വൈകുന്നേരമായപ്പോൾ അട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അട ഉണ്ടാക്കാനുള്ള ഇല കുറച്ച് നല്ലതൊന്നും കിട്ടിയില്ല. ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നില്ല, വൈകുന്നേരമാണ് അട ഇലയെല്ലാം നോക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്കും എല്ലാവരും പറിച്ച് പോയിട്ടുണ്ടായിരുന്നു. കൊന്നപ്പൂവെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിന്ന് തറവാട്ടിനടുത്തുള്ള ഗ്രൗണ്ടിലാണ് നമ്മൾ വൈകുന്നേരം കുടുംബക്കാരെല്ലാവരും കൂടി പടക്കം പൊട്ടിക്കാനായി പോകുന്നത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചു. അതിനുശേഷം കണി ഒരുക്കാമെന്ന് വിചാരിച്ചു. പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ലേ. അപ്പോൾ പിന്നെ ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അങ്ങോട്ട് പോയാൽ പിന്നെ വന്നാൽ ഉറങ്ങിയാൽ മതിയല്ലോ. കണിയൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം നമ്മൾ തറവാട്ടിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും സന്തോഷമായിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ പറയാനും വേണ്ട, കുട്ടിക്കാല ഓർമ്മകളിൽ മധുരമായ നിമിഷങ്ങളായിരിക്കുമല്ലോ ഇതെല്ലാം എന്നും. മാത്രമല്ല ഓണവും വിഷു എല്ലാം കൂട്ടായ്മയുടെ കൂടി ആഘോഷമാണല്ലോ. പാലക്കാട് ചൂട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചൂടാണ്, അകത്തും പുറത്തും ചൂടാണ്, സഹിക്കാൻ വയ്യാത്ത ചൂടായിരുന്നു. എന്നാലും കുട്ടികൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. എല്ലാവരും മത്സരിച്ച് കമ്പിത്തിരിയും പൂത്തിരിയും കുട്ടികൾക്കുള്ള സാധനങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു. പടക്കമെല്ലാം വലിയ ആളുകളാണ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പണ്ടത്തെ പാമ്പ് ഗുളിക ചെറുതായിരുന്നത്, ഇപ്പോഴാണെങ്കിൽ അതെല്ലാം വലുതായിട്ടുണ്ട്. എല്ലാവരും കൂടെ ചേർന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല. പെട്ടെന്ന് എല്ലാം തീർത്തു. പിന്നെ നമ്മളെല്ലാം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തറവാട്ട് അമ്പലത്തിൽ പൂജയുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് ഭക്ഷണം. നമ്മളെല്ലാം ഇവിടെ വിഷുക്കഞ്ഞിയാണ് തയ്യാറാക്കാറുള്ളത്. എപ്പോഴും വിഷുക്കഞ്ഞിയും ചക്കപ്പുഴുക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ വെച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. കുട്ടികളാണ് പ്ലാവില കുത്താൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഇടതുഭാഗം ചെരിച്ചാണ് കുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം മറിച്ച് കുത്തി. പിന്നെ ഫോട്ടോ സെഷൻ, അങ്ങനെയെല്ലാം ഭക്ഷണം എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, കിഴൂരിലേക്ക്. അപ്പോൾ അവിടെ അമ്മ സദ്യ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുത്ത് വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു പാറപ്പുറം, താടാമ്പാറ, അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. മനസ്സ് ശാന്തമാകുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ എല്ലാ ടെൻഷനും ഇവിടെയൊക്കെ വന്നിരുന്ന് കുറച്ച് നേരം പ്രകൃതിയോട് അലിയുമ്പോൾ എല്ലാം ഇല്ലാതാവുന്നത് കാണാം. ഒരുപാട് ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് വരാറുണ്ട്. തികച്ചും ശാന്തമായ ഒരു സ്ഥലമാണ്. ഒന്നാമത് ഗ്രാമത്തിൻ്റെ അകത്താവുമ്പോൾ പറയണ്ടല്ലോ, സിനിമ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്ന സ്ഥലമാണ് ഇത്. പ്രകൃതിയുടെ മനോഹാരിത അത്രത്തോളം എടുത്തു കാണിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾക്ക് അഭിമാനിക്കാം അല്ലേ? ഒരു ദിവസത്തെ വിരുന്നിന് ശേഷം വീണ്ടും തിരിച്ച് കോങ്ങാട്ടിലേക്ക് തന്നെ പോവുകയാണ്. മോനാണെങ്കിൽ എക്സാം ഉണ്ട്, ഇൻ്റേണൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മോൾക്കാണെങ്കിൽ യൂണിഫോമും ബുക്സും എല്ലാം കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ പിന്നെ തിരിച്ചു വരാതെ ഒരു നിവൃത്തിയുമില്ല. പോകുമ്പോഴുള്ള സന്തോഷമൊന്നും വരുമ്പോഴുണ്ടാവില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. എന്തായാലും പോയേ മതിയാകൂ. പിന്നെ ഇനി മാത്രമല്ല, നമ്മളുടെ അവിടെ പൂരം കൊടിയേറിയതിന് ശേഷം ഇനി 19-ാം തീയതിയാണ് കഴിയുക. അപ്പോൾ അത് കഴിഞ്ഞ് വരാമെന്നുള്ള, അടുത്ത ആഴ്ച വരാമെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. മാത്രമല്ല ഞങ്ങൾക്ക് വൈകുന്നേരം അമ്പലത്തിലും പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.